കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തിയ പ്രതി നെയ്യാറ്റിൻകരയിൽ പിടിയിലായി. രാമപുരം സ്വദേശി പ്രവീണാണ് പിടിയിലായത്. 2009 മുതൽ ഇയാൾ കഞ്ചാവ് കടത്തുകയാണെന്ന് പോലീസ് പറയുന്നു. മേഘ്ന മുരളി വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കഞ്ചാവിന്റെ കഥയുമായി. പറയൂ മേഘ്ന. SKN ഇത്തരത്തിൽ കേരളത്തിലുടനീളം ലഹരി കച്ചവടങ്ങളും ലഹരി ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും ഒക്കെ തുടരുകയാണ്. അതിനിടയിലാണ് ഒരു ഇത്തരത്തിൽ വലിയ രീതിയിൽ വലിയ തോതിൽ കഞ്ചാവ് കടത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കഞ്ചാവ് കടത്തുന്ന രാമപുരം സ്വദേശി ഇപ്പോൾ പോലീസിന്റെയും നെയ്യാറ്റിൻകര പോലീസിന്റെയും ഡാൻസാഫിന്റെയും പിടിയിലായിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഇപ്പോൾ പോലീസ് പറയുന്നത് 2009 മുതൽ ഇത്തരത്തിൽ ലോറികളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും കേരളത്തിൽ എത്തിക്കുകയും തമിഴ്നാട് കേരള അതിർത്തിയിൽ നിന്ന് ചെറിയ കിറ്റുകളായി കഞ്ചാവും മറ്റ് ആൾക്കാരിലേക്കും സ്കൂളുകളും കോളേജുകളും അടക്കം കേന്ദ്രീകരിച്ചും വിൽപ്പന നടത്തുന്ന ആളാണ്. അതായത് നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ചക്രപ്രവീൺ എന്നൊക്കെ വിളിപ്പേരുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രവീൺ, രാമപുരം സ്വദേശിയായിട്ടുള്ള പ്രവീണാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അത് വലിയ തരത്തിൽ ഈ ഒരു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടടക്കം പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായും കൂടാതെ കഴിഞ്ഞ ദിവസം ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതിയുടെ ഒരു കൂട്ടാളിയെ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പൂട്ട് വീണിട്ടുള്ളത് 2009 മുതൽ തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ കേരളത്തിലേക്ക് ലഹരി മരുന്നുകൾ ഒഴുക്കുന്ന അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലെ ഉൾവനത്തിൽ നിന്ന് ലഹരി എത്തിച്ച് തമിഴ്നാട് കേരള ബോർഡറിൽ നിന്ന് വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ്, ഗോഡൌണിൽ നിന്ന് വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് പിടികൂടിയിട്ടുള്ളത്. എന്തായാലും അതുവഴി ഇത്തരത്തിൽ സംസ്ഥാനത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരിയുടെ ഒരു ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളത് വിലയിരുത്തലിലാണ് പോലീസും ഡാൻസാഫ് സംഘവും ഉള്ളത്.